മകളേടാ 10ാം ക്ലാസ്സുകാരല്ലേ, ഓണം ഇങ്ങെടുത്തു. നമ്മൾ ഫസ്റ്റ് ടൈമിലെ, അതായത് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ നമ്മളിന്ന് റെഫർ ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. റെഡിയല്ലേ നീ? ഓക്കെ. ഇതിൽ ആദ്യത്തെ പരീക്ഷ 10ാം ക്ലാസ്സുകാരുടേത് നമ്മുടെ ലക്ഷ്യം ഫുൾ A+. അപ്പോൾ അതിൽ ആദ്യത്തെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ആദ്യ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നിനക്കൊരു ഐഡിയ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏകദേശം കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൽ മിക്കവാറും ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ നിനക്ക് മനസ്സിലാകും ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. നിരന്തരമായി ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയും ചോദിക്കാൻ സാധ്യതയുമുണ്ട്. അത്രയൊക്കെ അല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ചോദിക്കാൻ സാധ്യതയുള്ള, നിരന്തരമായി ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അങ്ങ് കാണാതെ പഠിക്കണം. എന്നിട്ട് ആ കൂട്ടത്തിൽ പുസ്തകം കൂടെ വായിച്ചാൽ നിനക്ക് 100% മാർക്ക് ഉറപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നിനക്ക് പഠിക്കാൻ കഴിയുന്നത്, ടഫായിട്ടുള്ളത് കൊണ്ട് ഈസി ഉണ്ടല്ലോ, അതിൽ നമുക്ക് എളുപ്പം പഠിക്കാൻ കഴിയുന്ന, ഈസിയായി പഠിക്കാൻ കഴിയുന്ന ചില ചോദ്യോത്തരങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഒരു ബേസ് കിട്ടിയാൽ മതിയല്ലോ. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ടഫായിട്ട് വൃത്തികെട്ട സബ്ജക്റ്റാണ്, കുറേ ബോറിങ് ആണെന്നൊക്കെ പറയും. ചുമ്മാതാ. നമുക്ക് അതിൻ്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രസകരമായിട്ടുള്ള വിഷയം, സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോകും. നമുക്ക് ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ക്ലാസ് നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നീ അത് ശ്രദ്ധിച്ചിരുന്നാൽ നിനക്ക് താല്പര്യം വരും, ഉറപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ച് വീട്ടുകാരെ നമ്മളങ്ങ് ഞെട്ടിക്കാൻ പോവാം. ഓക്കെ അല്ലേ നീ? മുന് റെഡിയല്ലേ നീ? ശരി, നോക്കടാ. ആ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് പറയാം, ഒന്ന് റെഫർ ചെയ്യാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് 2 ലെസൺസ്, ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് ലെസൺ, അത് രണ്ടും പ്യോർ ജോഗ്രഫിയാണ്. തേർഡ് ലെസൺ എന്ന് പറയുന്നത് എക്കണോമിക്സാണ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി. 4ാമത്തെ ലെസൺ പ്യോർ ജോഗ്രഫി തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ലെസണിൽ നിന്നുള്ളത് സ്ഥിരമായി ചോദിക്കുന്ന ഒത്തിരി ടോപ്പിക് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ടതും ഈസി ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യത്തേത് ഇതാണ് ആദ്യം വരേണ്ടത്, നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കമ്പയർ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. നമുക്കറിയാമല്ലോ, 2 മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ 2 ചലനങ്ങളിൽ ഒന്നാമത്തേത് റൊട്ടേഷൻ അഥവാ ഭ്രമണം, രണ്ടാമത്തേത് റെവല്യൂഷൻ അഥവാ പരിക്രമണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഏത്? റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും റിസൾട്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, ഫലങ്ങൾ എന്തെല്ലാം, ഇഫക്ട്സ് എന്തെല്ലാം. അതിലൊന്ന് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺസ്. ഒക്കറൻസ് എന്ന് വെച്ചാൽ ഹാപ്പനിങ്സ്, സംഭവിക്കലുകൾ. എന്തുകൊണ്ടാണ്, എന്തെല്ലാം കാരണങ്ങളാലാണ് സീസൺസ്, കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നത്? നമുക്കറിയാമല്ലോ. സീസൺസ് ഏതൊക്കെയാടാ? സമ്മർ, വിന്റർ, സ്പ്രിങ്, ഓട്ടം. പ്രധാനമായി 4 സീസൺസ് നമ്മുടെ രാജ്യത്ത് അനുഭവപ്പെടുന്ന. പക്ഷെ കേരളത്തിൽ ഇതെല്ലാം ഒന്നും അനുഭവപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം. നമുക്ക് സമ്മറും വിന്ററും പിന്നെ റെയിനി സീസണുമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് മഴ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ചെറിയ ചോദ്യത്തിന് ഉത്തരമാ 3 മാർക്കിൻ്റെ. വേറൊന്നാണെങ്കിൽ ഇക്വിനോക്സസ് എന്ന ടേം, ഡിഫൈൻ ദ ടേം ഇക്വിനോക്സസ്. എന്താണ് ഇക്വിനോക്സസ് എന്നത് കൊണ്ട്, എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വിന്റർ സോൾസ്റ്റേസ് ആൻഡ് സമ്മർ സോൾസ്റ്റേസ്. വിന്ററും സമ്മറും 2 സീസൺസ്, ആ കാലയളവിൽ മാറി മാറി ഉണ്ടാവുന്ന സോൾസ്റ്റൈസസ്. ഇത് പറഞ്ഞു. അടുത്തത് കമ്പയർ ഇക്വിനോക്സസ് ആൻഡ് സോൾസ്റ്റൈസസ്. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, താരതമ്യമാണ്. ഏതൊക്കെ? ഇക്വിനോക്സസും സോൾസ്റ്റൈസസും. ഓക്കെ ആണല്ലോ. വേറൊന്ന് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് വിൻഡ്? കാറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ഉണ്ട്, പലതരത്തിലുള്ള കാറ്റുകളുണ്ട്. കാറ്റിന് പേര് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് ദിശയിൽ നിന്ന്, ഏത് ദിക്കിൽ നിന്ന്, എവിടെ നിന്ന് വീശുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് കാറ്റിന് ആ പേര് കിട്ടുന്നത്. ടൈപ്സ് ഓഫ് വിൻഡ്സിൽ നമുക്കൊരു ഫ്ലോ ചാർട്ടാണ്, അത് പിന്നീട് എഴുതാം. ഓക്കെ. ആ വിൻഡുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. അതിലേതാണ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും. മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്, അതെന്താണ്? പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ഓക്കെ ആയില്ലേ? സിമ്പിളാണ് ഇതൊക്കെ പഠിക്കാൻ. എവിടെ നിന്ന് അങ്ങോട്ട് വീശുന്നു, എപ്പോൾ, രാത്രിയാണോ പകലാണോ, ഇത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി. പിന്നൊന്ന് രേഖകളെക്കുറിച്ച് തന്നെയാണ്. ഐസോബാർസ് ആൻഡ് ഐസോതേംസ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ അത് പ്രഷറുമായി, അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി ബന്ധപ്പെട്ട സമമർദ്ദ രേഖകളെന്നും, ഐസോതേംസ് എന്ന് വെച്ചാൽ
എന്താ പറയുക സമതാപരേഖകളെന്നുമാണ്. മനസ്സിലായോ? അത് താപം അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി ബന്ധപ്പെട്ട ഐസോബാർ ആൻഡ് ഐസോതെർംസ്. അത് ഡെഫിനിഷൻസാണ്. 2 മാർക്കിൻ്റെ ചോദ്യം ഇതാ. ഇത് 2 ചോദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന്, അന്തരീക്ഷ മർദ്ദം എന്താണെന്ന്. പിന്നെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ പ്രഷർ ബെൽസ്, ആഗോള മർദ്ദ മേഖലകൾ. അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് പഠിച്ചിരുന്നാൽ എല്ലാം കൂടെ ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ആയിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് ചോദിക്കാം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് മാത്രം ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അങ്ങനെ ഏതിനെങ്കിലും കുറിച്ച് 4 ഹെഡിങ്ങിലായിട്ട് നമ്മൾ 7 പഠിക്കും. 7 7 എടുത്തായിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമ്മൾ നന്നായിട്ട് കാണാതെ പഠിക്കണം. വേറൊന്ന്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻസ് വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ ആവേഗം എന്നാണ്, പക്ഷെ ഇവിടെ വേഗം, സ്പീഡ്. മറ്റൊന്ന് ഡയറക്ഷൻ, ദിശ അല്ലെങ്കിൽ ദിക്ക്. അപ്പോൾ കാറ്റിൻ്റെ വേഗത്തെയും സ്പീഡിനെയും അതിൻ്റെ ഡയറക്ഷനെയും അല്ലെങ്കിൽ ദിശയെയും സ്വാധീനിക്കുന്ന ഡിറ്റർമൈൻസ്, നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻസ് ഓർ ഇൻഫ്ലുവൻസ് വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. അതിനകത്തിൽ 3 ഹെഡിങ് ഉണ്ടാ. അതിലൊരു ചോദ്യത്തിന് ഉത്തരം നമ്മളങ്ങ് കാണാതെ പിടിച്ചേ പറ്റൂ. കോറിയോലിസ് ഫോഴ്സ് നിരന്തരമായി ചോദിച്ചിട്ടുള്ളതാണ്. ഫെറൽസ് ലോ എന്ന് ചോദിച്ചാലും ഏകദേശം അതൊക്കെ തന്നെയാണ്. അഡ്മിറൽ ഫെറൽ എന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ഈ കോറിയോലിസ് ഫോഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോറിയോലിസ് ഫോഴ്സ് വരെ ഇത്രയാവുമ്പോൾ നമ്മുടെ അത്യാവശ്യം പ്രധാനപ്പെട്ടത്. ബാക്കി നമുക്ക് ചോദ്യോത്തരങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും നമുക്ക് സാവകാശം പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ അത്യാവശ്യം ഇത്രയും ചോദ്യത്തിനുത്തരങ്ങൾ നമ്മൾക്ക് കാണാതെ പഠിക്കാൻ അത് തന്നെ ഈസി ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോടാ? ശരി.